ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് ഹെമ്മിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗം കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നൈറ്റിയുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എത്രത്തോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എത്രത്തോളം വീതിയിലാണ് നമ്മൾ നെക്കിൻ്റെ പീസ് വെക്കണേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ കറക്റ്റ് തുണി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ അടിഭാഗത്ത് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തുണിയുടെ കുറവുണ്ടായിരുന്നു. അത് കാരണം അതിൽ ചില സ്ഥലത്ത് വീതി കൂടുതലും കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. 2 ഇഴ നൂലെടുത്തിട്ട് അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറിൻ്റെ ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ തുടങ്ങണത്. അപ്പോൾ ആദ്യം ഞാൻ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുത്തി എടുക്കുന്നത് ഇതുപോലെ കേട്ടോ. അടിയിലത്തെ നമ്മൾ തുണി ഉണ്ടല്ലോ മെയിനായിട്ട് കിടക്കുന്നത്, ആ തുണിയിൽ 1-2 ഇഴ മാത്രം കുത്തിയിട്ട് ആ മടക്ക് വന്ന തുണിയിലേക്ക് ചരിച്ചൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഒരേ വലുപ്പത്തിൽ തന്നെ കുത്തിയെടുക്കുന്നതാണ് ഹെമ്മിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ആയിരിക്കും, ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു വര പോലെ ആയിരിക്കും നമുക്ക് ബാക്ക് സൈഡിൽ സ്റ്റിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ അടിയിൽ കിടക്കുന്ന തുണിയുടെ 1-2 ഇഴയിൽ മാത്രം കുത്തിയിട്ട് മടക്ക് വന്ന തുണിയിലേക്ക് ചരിച്ച് നമ്മൾ കുത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു വര പോലെ ഇരിക്കും. ഫ്രണ്ട് ഭാഗത്ത് ഓരോ ഡോട്ട് പോലെ ആയിരിക്കും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണേക്കാട്ടും കാണാൻ ഭംഗി ഇങ്ങനെ ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ഹെമ്മിങ് ചെയ്തതും നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഹെമ്മിങ് ചെയ്യണതിന് പകരമായിട്ട് അതുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ ഭംഗി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ ഭംഗി ഹെമ്മിങ് ചെയ്തതാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ചെയ്യണത് സ്റ്റിച്ചാണ് ചെയ്യാറ്. ഇങ്ങനെ ഹെമ്മിങ് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ. ഭയങ്കര മടിയാണ് തുന്നാൻ വേണ്ടിയിട്ട്. അത് കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. നല്ല ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. നല്ല നൈറ്റിയൊക്കെ നമുക്ക് ഇഷ്ടത്തോടു കൂടി പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യണമല്ലോ നിർബന്ധമായിട്ട്. അതുകൊണ്ട് ഹെമ്മിങ് ചെയ്യുന്നത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നെക്കിൻ്റെ ഭാഗത്ത് സാധാരണ ഹെമ്മിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്, എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് അറ്റത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നൂലിങ്ങനെ പിരിഞ്ഞായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ആ പിരിച്ചിലൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കെട്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേ നമ്മൾ സ്റ്റിച്ച് ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബാക്ക് സൈഡ് കണ്ട ഓരോരോ ചെരിഞ്ഞ വര പോലെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഇത് ഓരോ ഡോട്ട് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ പീസ് മറച്ചടിക്കുമ്പോൾ ആ 2 ഇഞ്ച് വലുപ്പത്തിലൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലായിരിക്കും കിട്ടുക. ഞാനിവിടെ നെക്കിൻ്റെ പീസ് ഇത്തിരി കുറവായിരുന്നു എന്ന് പറഞ്ഞില്ലേ, വേറൊരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ആ ഒരു പീസ് ഉണ്ടായിരുന്നത് മാറ്റി വെച്ച്, അപ്പോൾ ഉള്ള പീസ് വെച്ചിട്ട് ഇതിന് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ രണ്ടാമത്തെ ഭാഗത്ത് ഉള്ളത് നമുക്ക് ചെയ്ത് കാണാം. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് ഹെമ്മിങ് ആണ് കേട്ടോ. രണ്ടാമത്തെ രീതിയാണിത്. അപ്പോൾ നമ്മളിതിൽ അറ്റത്തെ നൂല് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് സൂചി ഒന്ന് കുത്തിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കെട്ടും പോയിക്കോളും. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ അടിയിലത്തെ തുണിയിൽ 1-2 ഇഴ മാത്രം കുത്തിയിട്ട് മുകളിലത്തെ തുണിയിലേക്ക് ചെരിച്ച് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 ഇഴ മാത്രം എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചരിച്ച് മുകളിലത്തെ തുണിയിലേക്ക് എടുക്കുമ്പോൾ സൂചി മുകളിലും നൂലടിയിൽ വരുന്ന രീതിയിലായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് സ്ലിപ്പ് ഹെമ്മിങ് ആവുക കേട്ടോ. അപ്പോൾ ഒരു കെട്ട് പോലെ ആയിരിക്കും വര. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യില്ലേ, അതിൻ്റെ ഒരു മോഡൽ തന്നെയായിരിക്കും ഈ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു കെട്ട് പോലെ വരും. ഫ്രണ്ടിലേക്ക് ആകുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഹെമ്മിങ് ചെയ്തത് കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കെട്ടിട്ട് പോടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത് ആദ്യം ചെയ്ത ഹെമ്മിങ് ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ നൂല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ പിരിച്ചിലൊക്കെ മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കെട്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമ്മൾ
ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ അകലത്തിലും ഇതും ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അറ്റത്ത് വരുമ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ഇനി കാണാം കേട്ടോ, ഫ്രണ്ട് ഭാഗത്ത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സൂചി എടുക്കാണ്ട് ചെറിയ സൂചിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ദേ ഫുള്ളായിട്ട് നെക്കിൻ്റെ ഒരു ഭാഗവും കൂടി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 നെക്കും ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഒരു ഭാഗത്ത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ ഹെമ്മിങ്ങും, ഇത് നമ്മൾ സ്ലിപ്പ് ഹെമ്മിങ്ങും ആണ് ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി കാണാം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഹെമ്മിങ് ചെയ്തത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ചിലവർ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത നെക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, കൂടുതൽ ഭംഗി ഹെമ്മിങ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.